ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇറാനി പോളയാണ് കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ കേക്ക് എന്നും പറയും. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു കപ്പ് ചിക്കൻ മതി കേട്ടോ. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ഞാൻ എല്ലാം കൂടി മസാലകളെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മസാലപ്പൊടിയാണ്, ഗരം മസാലപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഞാനിതിങ്ങനെ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് ക്യൂബ്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചിക്കനിലെല്ലാം കൂടി പുരട്ടി വയ്ക്കണം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വഴറ്റിയെടുത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സബോള പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സബോളയിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി കുക്കായതിനു ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ തക്കാളിയും അതുപോലത്തെ സവോളയും കൂടിയിട്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ചേർക്കാം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും എരിവിന് ആവശ്യത്തിനും മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുട്ടികൾക്കായ കാരണം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ചിക്കനിൽ അത്യാവശ്യം എരിവുണ്ടാവും. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് സോയാബീനാണ്, സോയാ ചങ്ക്സ് ഇല്ലേ, അതാണ് ചേർക്കുന്നത് കേട്ടോ. അത് കുറച്ച് അത്യാവശ്യം വലിയ സോയാ ചങ്ക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 4 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിക്കൻ്റെ ഒപ്പം തന്നെ ഇതും കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോയാ ചങ്ക്സ് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുത്ത് അതിലത്തെ മുഴുവൻ ഇതും നമ്മൾ പീച്ച് കളയണം. എന്നിട്ടാണ് നമ്മളിത് വെള്ളം വാർത്ത് കളഞ്ഞിട്ടാണ് കഷ്ണാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലൊന്നും ചേർക്കുന്നില്ല, ഇതിലുള്ള മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. ആ 1 കപ്പ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സെയിം ഈ കപ്പിൽ തന്നെ ഞാനിവിടെ 1 കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 250 ml ആണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർ നിങ്ങൾക്കൊരു വലിയ ഗ്ലാസ് ആയാലും എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇത് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പശുവിൻ പാൽ നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ്
ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ബാറ്റർ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മസാലയിലൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതാണ് ഇങ്ങനെ ബാറ്റർ ഇങ്ങനെ ലൂസായത്. അത്യാവശ്യം തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കിയിട്ട് നമ്മളൊന്ന് കൈകൊണ്ട് പിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ മസാലയിൽ ഇട്ടിട്ട് ഈ സബോളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ളതിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് പീസ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, മുകളിലൊന്ന് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററും അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മസാല ബാറ്ററിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോ ലെയറായിട്ട് അങ്ങനെയും ചേർക്കാം. ഞാനിവിടെ ഒന്നിച്ചാണ് ചേർക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് മസാല എല്ലായിടത്തും എത്തും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഈ മസാല ഇതിലേക്ക് ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിത് ഒഴിക്കാൻ പോകുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്കാണ്. അല്ലെങ്കിൽ കുക്കറായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അടിയിലൊരു ചെറിയൊരു പാത്രം വെക്കണം എന്ന് മാത്രം. ഡയറക്റ്റായിട്ട് ഈ ഫ്ലെയിം ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് ആവരുത്. അപ്പോൾ ഇത് ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്റർ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എയർ ബബിൾസ് കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് തട്ടി കൊടുക്കുക. ഞാൻ പറയാൻ മറന്നുപോയി, നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അല്ലാതെ വെജിറ്റബിൾ മറ്റേ ഇതൊന്നും ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളും അതുപോലെ തന്നെ സോയ ചങ്ക്സിൻ്റെ ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കാം. എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളത് നമുക്കിതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു ലോ ഫ്ലെയിമിലൊരു അരമണിക്കൂറാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് മാവ് പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഇതേപോലത്തെ ഒരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ ഇത് അടർന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മുകളിലെ ആ ഒരു ഭാഗം മാത്രം വേവാനുള്ള പോലെ തോന്നി. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കേക്ക് അല്ലെങ്കിൽ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. വീട്ടിൽ തന്നെ, പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.